എറണാകുളം തൃക്കാക്കരയിൽ 17-കാരനെ മരിച്ച നിലയിൽ കണ്ടെത്തി. ഫ്ളാറ്റിൽ സ്വിമ്മിംഗ് പൂളിന് സമീപത്താണ് മൃതദേഹം കണ്ടത്. ഭാരതമാതാ കോളേജിന് സമീപത്തെ പാം ടോപ്പ് എന്ന ഫ്ളാറ്റിലാണ് സംഭവം. ഫ്ളാറ്റിൽ നിന്ന് വീണ് മരിച്ചതാകാമെന്നാണ് പ്രാഥമിക നിഗമനം. വിശദാംശങ്ങളുമായി കൊച്ചിയിൽ നിന്ന് നവമി ദിനേശ് ചേരുന്നുണ്ട്. നവമി, ഈ മരണത്തിൽ 17-കാരന്റെ ഈ +2 വിദ്യാർത്ഥിയുടെ മരണത്തിൽ എന്തെങ്കിലും ദുരൂഹതയുണ്ടോ, അസ്വാഭാവികതയുണ്ടോ? പോലീസ് ഈ വിഷയത്തിൽ നൽകുന്ന വിവരങ്ങൾ എന്താണ്? എന്തായാലും പോലീസിന്റെ അന്വേഷണം തുടരുകയാണ്. ഇന്ന് രാവിലെയോടുകൂടിയായിരുന്നു സ്വിമ്മിംഗ് പൂളിൽ ജോഷുവയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. 4-ാം നിലയിലെ ആണ് ജോഷു താമസിക്കുന്നത്. IT ജീവനക്കാരാണ് മാതാപിതാക്കൾ. വർഷങ്ങളായി ജോഷു ഈ സ്കൈലൈൻ ഫ്ളാറ്റിലാണ് താമസിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഇന്ന് രാവിലെ ജോഷുവയെ കാണുന്നില്ല. വീട്ടുകാരും സമാനമായ രീതിയിൽ തിരച്ചിൽ നടത്തുന്നതിനിടയിലാണ് സെക്യൂരിറ്റി ജീവനക്കാരൻ സ്വിമ്മിംഗ് പൂളിൽ ജോഷുവയുടെ മൃതദേഹം കണ്ടെത്തുന്നത്. പിന്നീട് പോലീസ് എത്തി ഇൻക്വസ്റ്റ് നടപടികളെല്ലാം പൂർത്തിയാക്കി പോസ്റ്റ്മോർട്ടത്തിനു വേണ്ടി കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. ഈ സെക്യൂരിറ്റി പറയുന്നത് തന്നെ അടുത്ത സമീപത്ത് ഫ്ളാറ്റിൽ താമസിക്കുന്ന കുറച്ച് ആളുകളാണ് ഇക്കാര്യം അറിയുന്നത്. മുകളിൽ നിന്ന് ഒരു കുട്ടി താഴേക്ക് വീണതായി അവരെ അറിയിക്കുകയായിരുന്നു. ഇതിനെ തുടർന്ന് നടത്തിയ തിരച്ചിലാണ് മൃതദേഹം കണ്ടെത്തുകയും ചെയ്തത്. എന്നാലും പോലീസ് ജോഷുവയുടെ മാതാപിതാക്കളെയും ഒപ്പം പഠിപ്പിക്കുന്ന ടീച്ചർമാരോടൊക്കെ വിശദമായിട്ടുള്ള മൊഴി രേഖപ്പെടുത്തുന്നുണ്ട്. എന്താണിപ്പോൾ മരണ കാരണമെന്ന് വ്യക്തമാകുന്നില്ല. ജോഷുവയുടെ വീട് അത് 4-ാം നിലയിലാണ്. ഫ്ളാറ്റ് 4-ാമത്തെ നിലയിലാണ് താമസിക്കുന്നത്. പക്ഷെ അതിന്റെ ബാൽക്കണി സ്വിമ്മിംഗ് പൂളിന് സമീപത്തായിട്ടല്ല, അല്ലെങ്കിൽ ബാൽക്കണിയിൽ നിന്ന് നോക്കുമ്പോൾ സ്വിമ്മിംഗ് പൂൾ കാണാൻ കഴിയില്ല. ഇതിന്റെ ഈ കെട്ടിടത്തിന്റെ ടെറസിൽ നിന്നും ഏറ്റവും ഉയരത്തിൽ നിന്നാണ് ജോഷു വീണത് എങ്ങനെയുള്ളൊരു നിഗമനത്തിലാണ് പോലീസ് എത്തി നിൽക്കുന്നത്. അവിടെ നിന്നായിരിക്കും ജോഷു പൂളിലേക്ക് വീണതെന്നാണ് പോലീസ് പറയുന്നത്. പക്ഷെ അത് ചാടിയതാണോ അതോ മറ്റെന്തെങ്കിലും പ്രശ്നങ്ങളാണോ എന്ന് ഇപ്പോഴും വ്യക്തമായിട്ടില്ല. അത് പോലീസിന്റെ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ എന്തെങ്കിലും പരാതി ഈ ജോഷുവയുടെ കുടുംബത്തിനുണ്ടോ? ഒരു ആത്മഹത്യയോ അല്ലെങ്കിൽ മരണത്തിൽ എന്തെങ്കിലും അസ്വാഭാവികത ഉണ്ടോ എന്നൊരു പരാതി ഉണ്ടോ? അതോ കാൽ വഴുതി അബദ്ധത്തിൽ താഴെ വീണതാകാം. ഈ പോലീസിന് ഇതുമായി ബന്ധപ്പെട്ടതാണ് ലഭിച്ചിരിക്കുന്ന സൂചന. കുടുംബത്തിനോ അതല്ലെങ്കിൽ സമീപത്ത് താമസിക്കുന്നവർക്കോ എന്തെങ്കിലും രീതിയിലുള്ള ഈ കേസുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ആക്ഷേപമുണ്ടോ? നവമി, മാതാപിതാക്കൾക്ക് ഒരു ആശങ്കയുണ്ട്, അല്ലെങ്കിൽ ഒരു സംശയമുണ്ട്. എങ്ങനെയാണ് 4-ാം നിലയിൽ, വീട്ടിൽ 4-ാം നിലയിൽ അനിയനോടൊപ്പം കിടന്നുറങ്ങിക്കൊണ്ടിരുന്ന ജോഷു പിന്നീട് പൂളിലേക്ക്, അല്ലെങ്കിൽ ജോഷുയുടെ മൃതദേഹം പൂളിൽ എത്തിയത്, അല്ലെങ്കിൽ ജോഷു എന്തിനാണ് ഇങ്ങനെ ആത്മഹത്യ ചെയ്തതാണോ എന്താണെന്ന് ഇപ്പോഴും വ്യക്തമായി എന്തായാലും വിവരം ലഭിക്കുന്നില്ല. പോലീസ് എന്തായാലും മാതാപിതാക്കളെയും ഒക്കെ വിശദമായി മൊഴിയെടുക്കുന്നുണ്ട്. ഒരു ദുരൂഹത ഇപ്പോഴും നീക്കിയിട്ടില്ല. കാരണം വീട്ടിൽ 4-ാം നിലയിൽ കിടന്നുറങ്ങിക്കൊണ്ടിരുന്ന കുട്ടിയാണ്. പിന്നീട് ആ കുട്ടിയെ കാണുന്നത് സ്വിമ്മിംഗ് പൂളിൽ മരിച്ച നിലയിലാണ്. ഇതെന്താണ് സംഭവിച്ചതെന്ന് കുടുംബത്തിനും അറിയുന്നില്ല. എന്തായാലും മാതാപിതാക്കൾ പറയുന്നത് മാതാപിതാക്കളിൽ നിന്നും യാതൊരു വിധത്തിലുള്ള തർക്കങ്ങളോ അല്ലെങ്കിൽ പ്രശ്നങ്ങളോ ഒന്നും തന്നെ കുട്ടിക്കുണ്ടായിരുന്നില്ല. സ്കൂളിലോ അല്ലെങ്കിൽ സുഹൃത്തുക്കളുമായോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ളൊരു ദുരൂഹതയുണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു സമ്മർദ്ദം കുട്ടിക്കുണ്ടായിരുന്നു എന്നുമൊക്കെ അന്വേഷിച്ചു വരികയാണ്. അതിനു വേണ്ടിയിട്ടാണ് കുട്ടിയുടെ പഠിപ്പിക്കുന്ന ടീച്ചർമാരുടെയും ഒപ്പം സഹപാഠികളുടെയൊക്കെ മൊഴി പോലീസ് വിശദമായി രേഖപ്പെടുത്തുന്നത്. മാതാപിതാക്കളോടും കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞിട്ടുണ്ട്. മാതാപിതാക്കൾക്കും ഒരു സംശയമുണ്ട്, എങ്ങനെയാണ് കുട്ടി ഇങ്ങനെ സ്വിമ്മിംഗ് പൂളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയതിലൊക്കെ ചെറിയൊരു അസ്വാഭാവികത ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. എന്തായാലും വരും മണിക്കൂറിൽ ഇതിൽ കൃത്യമായിട്ടുള്ള ഒരു മറുപടി നമുക്ക് ലഭിക്കും. പോസ്റ്റ്മോർട്ടത്തിനായി ഇപ്പോൾ കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ സൂക്ഷിച്ചിരിക്കുകയാണ് മൃതദേഹം. നവമി, അങ്ങനെ ഒരു സംശയം കുടുംബത്തിനുണ്ടെങ്കിൽ, ഈ ആത്മഹത്യയാണ് എന്നൊരു സംശയമുണ്ടെങ്കിൽ അതിന്റെ കാരണങ്ങൾ കൂടി കണ്ടെത്തേണ്ടതില്ലേ? പോലീസ് ആ രീതിയിലുള്ള അന്വേഷണം ഈ കുടുംബാംഗങ്ങളുടെ മൊഴി രേഖപ്പെടുത്തുക, അതല്ലെങ്കിൽ സ്കൂൾ അധികൃതരുടെ, ഈ ജോഷുവയുടെ സുഹൃത്തുക്കളുടെയൊക്കെ മൊഴി രേഖപ്പെടുത്തുന്നതിന്റെ നടപടികൾ ആരംഭിച്ചിട്ടുണ്ടോ? അതോ ഇക്കാര്യത്തിൽ ഒരു വ്യക്തത വന്നിട്ട് മാത്രമായിരിക്കുമോ പോലീസ് ആ രീതിയിലുള്ള നടപടികളിലേക്ക് കടക്കുകയുള്ളൂ? അല്ലട്ടോ, ഇപ്പോൾ തന്നെ പോലീസ് ആ നടപടിക്രമങ്ങളിലേക്ക് കടന്നിട്ടുണ്ട്. രാവിലെ ഈ മൃതദേഹം കിട്ടിയ സമയം മുതൽ തന്നെ മാതാപിതാക്കളോടും ഒപ്പം കുട്ടി പഠിച്ച സ്കൂളിലെ ടീച്ചർമാരോടും സഹപാഠികളോടൊക്കെ ഓരോരുത്തരോടായി പോലീസ് വിശദമായിട്ടുള്ളൊരു ചോദ്യം ചെയ്യൽ ആരംഭിച്ചു കഴിഞ്ഞു. എന്താണ് ഇതിലൊരു അസ്വാഭാവികത, എങ്ങനെയാണ് കുട്ടി പൂളിലേക്ക് എത്തിയത് എന്നടക്കമുള്ള, അല്ലെങ്കിൽ മുകളിലത്തെ നിലയിലേക്ക് ടെറസിലേക്കൊക്കെ കുട്ടി എങ്ങനെയാണ് എത്തിയത് എന്നുള്ളതിൽ ഇപ്പോഴും ഒരു സംശയമുണ്ട്. ഉറങ്ങാൻ കിടന്നതാണ്, വീട്ടിന്റെ വാതിൽ തുറന്നാണ് പോയിട്ടുള്ളതെങ്കിൽ അത് സ്വാഭാവിക
സ്വാഭാവികമായും മാതാപിതാക്കൾ അറിയേണ്ടതില്ല. അങ്ങനെ കുറെ ചോദ്യങ്ങൾ ബാക്കിയാകുന്നുണ്ട്. പോലീസ് ഇതിൽ പറയുന്നത് കുട്ടി ഇങ്ങനെ ഒരു ആത്മഹത്യ ചെയ്യാനുള്ള കാരണമെന്ന് ഇപ്പോഴും പോലീസ് ഉറപ്പിച്ച് പറയുന്നില്ല. പക്ഷെ എങ്ങനെയാണ് ഇതിങ്ങനെ സംഭവിച്ചതെന്ന് ഇപ്പോഴും വ്യക്തമാകുന്നതുമില്ല. ഇനി ഏതെങ്കിലും തരത്തിലുള്ള മാനസിക സമ്മർദ്ദം, +2 വിദ്യാർത്ഥിയാണ്, പഠിക്കുന്നതിൽ ഏതെങ്കിലും തരത്തിലുള്ള മാനസിക സമ്മർദ്ദമുണ്ടോ, കുടുംബത്തിൽ നിന്നാണോ? അല്ലെങ്കിൽ നമുക്കറിയാം ഇപ്പോൾ പലപ്പോഴും കുട്ടികൾ ഇങ്ങനെ ഒരു ആത്മഹത്യ ചെയ്യുന്നത് ഈ ഓൺലൈൻ ഗെയിമിംഗ് ഒക്കെ വലിയൊരു കാരണമായി മാറാറുണ്ട്. അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഓൺലൈൻ ചതിക്കുഴിയിൽ വീണിട്ടാണോ ഈ കുട്ടി ഇത് ചെയ്തത്? അങ്ങനെ നിരവധി സംശയങ്ങൾ പോലീസിന്റെ ഭാഗത്തു നിന്നുമുണ്ട്. എന്തായാലും വിശദമായിട്ടുള്ള മൊഴിയെടുക്കലും അന്വേഷണവും ഒക്കെ നടക്കുകയാണ്. കുട്ടിയുടെ ഫോൺ അടക്കം പരിശോധിക്കുന്നുണ്ട് പോലീസ്. ഇതിലൊക്കെ അസ്വാഭാവികമായി എന്തെങ്കിലും കാണുന്നുണ്ടോ എന്നൊക്കെ പരിശോധനയ്ക്കുമായി ഫോണും ഒക്കെ ഫോറൻസിക് പരിശോധനയും പോലീസിന്റെ ഒരു പ്രാഥമിക പരിശോധനയും ഒക്കെ നടത്തി വരുന്നുണ്ട്. പക്ഷെ ഇപ്പോഴും എന്താണ് സംഭവിച്ചതെന്ന് വ്യക്തമാണ്. കൊച്ചിയിൽ നിന്ന് നവമി ദിനേശാണ് വിവരങ്ങൾ നൽകിയത്. കൊച്ചിയിൽ കാക്കനാട് 17-കാരന്റെ മരണത്തിൽ കൃത്യമായ ഒരു വിവരങ്ങൾ പോലീസിന് ഇതുവരെയും ലഭ്യമായിട്ടില്ല. ആത്മഹത്യയാണോ മറ്റെന്തെങ്കിലും അസ്വാഭാവികത മരണത്തിലുണ്ടോ, ഇക്കാര്യം പോലീസ് പരിശോധിക്കുകയാണ്.